الحمد لله حمدا كثيرا طيبا مباركا فيه، والصلاة والسلام على محمد وآله وصحبه أجمعين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله ونشهد أن محمدا رسول الله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن أفضل بيت وضع للناس للذي ببكة مباركا وهدى للعالمين، فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾക്ക് വിധേയരായി ഈമാനോടെ ഇഖ്ലാസോടെ തഖ്വാബോധത്തോടെ ജീവിക്കണമെന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുക. അല്ലാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസിമാരായി ജീവിച്ചുകൊണ്ട് ജന്നാത്തുൽ ഫിർദൗസ് കരസ്ഥമാക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമർ റഹീമീനായ റബ്ബേ, യൗമുൽ ജുമുഅയിൽ നിന്റെ പ്രത്യേകമായ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് നിന്റെ ഭവനങ്ങളിൽപ്പെട്ട ഒരു ഭവനത്തിൽ വിശ്വാസികളായ ഞങ്ങളിതാ ഒരുമിച്ച് പോയിരിക്കുക. ഞങ്ങളുടെ ജുമുഅ നമസ്കാരവും അതിലെ പ്രാർത്ഥനയും ഖുതുബയുമെല്ലാം വലിയ സൽക്കർമ്മമായി സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ചെറുതും വലുതുമായ പാപങ്ങൾ ഞങ്ങൾക്ക് പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകണേ റഹ്മാനെ. അർഹമർ റഹീമീനായ റബ്ബേ, നിന്റെ പുണ്യം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹജ്ജ് എന്ന പുണ്യകർമ്മം നിർവഹിക്കുവാൻ വിശ്വാസികൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് റഹ്മാനെ. അല്ലാഹുവേ, അവിടെ എത്തുന്ന എല്ലാ വിശ്വാസികൾക്കും ഹജ്ജ് കർമ്മം നല്ല രൂപത്തിൽ നിർവഹിക്കുവാനും അതിന്റെ പരിപൂർണ പ്രതിഫലം ലഭിക്കുവാനും ആരോഗ്യത്തോടെ അതിന്റെ കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കുവാനും അവരെ എല്ലാവരെയും നീ സഹായിക്കണമെന്ന് റഹ്മാൻ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹംദിനും സ്വലാത്തിനും ശേഷം ഞാൻ ഓതി വെച്ചത് സൂറത്തു ആൽ ഇംറാൻ. ആ സൂറത്തിലെ 96, 97 വചനങ്ങളാണ്. ആൽ ഇംറാൻ എന്ന് പറഞ്ഞാൽ ഇമ്രാന്റെ കുടുംബം, ആൽ എന്ന് പറഞ്ഞാൽ കുടുംബം. ആ സൂറത്തിൽ നിന്നുള്ള ഈ ആയത്ത്
ഹജ്ജുമായി ബന്ധപ്പെട്ട് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്ന ആയത്ത്. അള്ളാഹു പറയുന്നു, ഇന്ന അവ്വല ബൈത്തിൻ ബുരിഅ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനെ ആരാധിക്കുവാൻ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം ലല്ലദീ ബിബക്ക, ബക്കയിലുള്ള മസ്ജിദുൽ ഹറം, കഅബയാകും. ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനെ ആരാധിക്കുവാൻ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം കഅബയാകും. മുബാറകൻ, ആ ഭവനം അനുഗ്രഹീതമായ ഭവനമാണ്. വഹുദൻ ലിൽ ആലമീൻ, ലോകർക്ക് ആ ഭവനം മാർഗദർശനമാകും. ആ ഭവനത്തിൽ എത്തിപ്പെടുന്ന വിശ്വാസിനികൾക്ക് ആ ഭവനം മാർഗദർശനമാകും. യഥാർത്ഥ ഹക്ക് ബോധ്യപ്പെടുന്ന ഭവനമാകുന്നു ആ ഭവനം. ഫീഹി ആയാതുൻ ബയ്യിനാതുൻ മഖാമു ഇബ്രാഹീം, ആ ഭവനത്തിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട്, ധാരാളം ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊള്ളുന്ന ഭവനമാകുന്നു മക്കയിലുള്ള കഅബ. വിശിഷ്യ മഖാമു ഇബ്രാഹീം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നിന്ന സ്ഥലം, അദ്ദേഹം നിന്ന് നമസ്കരിച്ച സ്ഥലം. വമൻ ദഖലഹു കാന ആമിന, ആ ഭവനത്തിൽ പ്രവേശിക്കുന്ന എല്ലാവരും നിർഭയരായി മാറും. ആരെയും പേടിക്കേണ്ട, അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടാൽ മതി. ലോകത്ത് ആരെയും ഭയപ്പെടാതെ സ്വസ്ഥമായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ നിർമ്മിക്കപ്പെട്ട ഒന്നാമത്തെ ഭവനമാകുന്നു കഅബ. അതിൽ പ്രവേശിക്കുന്നവരെല്ലാം നിർഭയരാകുന്നു എന്നുള്ള പറയും. വലില്ലാഹി, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനോട്, അലന്നാസ്, ജനങ്ങൾക്കുള്ള ബാധ്യത. റബ്ബുൽ ആലമീനായ അള്ളാഹുവിനോട് ജനങ്ങൾക്കുള്ള ബാധ്യതയാണ് ഹജ്ജുൽ ബൈത്ത്, ആ ഭവനത്തിൽ പോയി ഹജ്ജ് ചെയ്യുക എന്ന്. ആ ബാധ്യത നമ്മൾ നിർവഹിച്ചുവോ എന്ന് സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കുക. അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ് ആ ഭവനത്തിൽ പോയി വിശ്വാസികൾ ഹജ്ജ് ചെയ്യുക എന്നത്. ആ ബാധ്യത നമ്മൾ നിർവഹിച്ചോ എന്ന് നമ്മുടെ മനസ്സിനോട് നമ്മൾ ചോദിക്കുക. ആരാണത് നിർവഹിക്കേണ്ടത്? അതിലേക്ക് പോകുവാനുള്ള സാമ്പത്തികവും ശാരീരികവുമായ അവസ്ഥ എത്തിയവർ. ശാരീരികമായ ആരോഗ്യമുണ്ട്, സാമ്പത്തിക അവസ്ഥയും. ഇത് രണ്ടും ഒത്തു വന്നവർക്ക് നിർബന്ധ ബാധ്യതയാണ്, അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ് ഹജ്ജ് കർമ്മം എന്നത്. വമൻ കഫറ, ആ ബാധ്യത നിർവഹിക്കാതെ, ആ ഹജ്ജ് കർമ്മം നിർവഹിക്കാതെ ആരെങ്കിലും കുഫ്റിൽ അകപ്പെടുകയാണ് എങ്കിൽ, സാമ്പത്തികമായി കഴിവുണ്ട്, ശാരീരികമായി കുഴപ്പമില്ല, ഇത് രണ്ടും ഒത്തു വന്നിട്ട് ഒരാൾ ഹജ്ജ് ചെയ്യുന്നില്ല എങ്കിൽ അത് കഫറാണ്, കുഫ്റാണ്, അവൻ കാഫിറായി മാറും. അള്ളാഹുവിന്റെ പറച്ചിലേ ഉണ്ടോ, വമൻ കഫറ. ഇതെല്ലാം ഒത്തു വന്നിട്ട് ആരെങ്കിലും അവിടെ പോകാതെ ഹജ്ജ് കർമ്മം നിർവഹിക്കാതെ അതിനെ നിഷേധിക്കാനാണ് ഭാവമെങ്കിൽ, തീർച്ചയായും അള്ളാഹു അവൻ നിരാശ്രയനാണ്. നമ്മുടെ ആരുടെയും ആശ്രയം അള്ളാഹുവിന് വേണ്ട, നമ്മുടെ ഇബാദത്തും അള്ളാഹുവിന് വേണ്ട. ആരെങ്കിലും അള്ളാഹ് പറഞ്ഞത് കേട്ട് ഇബാദത്ത് ചെയ്യാമെങ്കിൽ ഞാൻ തുറന്നുതരാം, അതാണ് അള്ളാഹിന്റെ കൽപ്പന. ലോകത്തെ ആരുടെയും ആശ്രയം അള്ളാഹുവിന് നിലനിൽക്കാൻ വേണ്ട. അള്ളാഹു സ്വയം ഭൂവാണ്, സ്വയം ശക്തനാണ്, കഴിവുള്ളവനാണ്. നമ്മളാകുന്ന ഉമ്മത്തിനെ മാറ്റിമറിച്ചിട്ട് മറ്റൊരു ഉമ്മത്തിനെ കൊണ്ടുപോകാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് ആരെങ്കിലും കുഫ്റിൽ അകപ്പെടാതെ ശ്രദ്ധിക്കാൻ നമ്മളോടുള്ള പറയും. സമ്പത്തും ശാരീരിക ആരോഗ്യവും ഒത്തു വന്നിട്ട് അതിൽ നിന്നും വിമുഖത കാണിക്കുകയാണെങ്കിൽ അത് കുഫ്റാണ്. മനുഷ്യർ മനസ്സിലാക്കുക, അള്ളാഹുവിനെ നിലനിൽക്കുവാൻ നമ്മുടെ ആരുടെയും ആശ്രയം ആവശ്യമില്ല. കാരണം അള്ളാഹുവാണ്. ലോകരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നിരാശ്രയനാണ്. അപ്പൊ ഇനി നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. ഇനി ഹദീസിലെ കുറച്ച് വാചകങ്ങൾ, റസൂലുള്ളാഹി പഠിപ്പിച്ച കുറച്ച് വാചകങ്ങൾ കൂടെ പഠിച്ചാൽ ഹജ്ജും ഹജ്ജിന്റെ മഹത്വവും നമുക്ക് ബോധ്യമാകും. സ്ത്രീകൾ എന്ന് പറയുന്ന നമ്മുടെ ഉമ്മമാർ, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ പെൺമക്കൾ,
അവരെ പറ്റി അള്ളാന്റെ റസൂൽ പറയുന്നു, അൻ ആയിഷത ബിൻതി ത്വൽഹ അൻ ആയിഷത ഉമ്മുൽ മുഅ്മിനീൻ, ഉമ്മുൽ മുഅ്മിനീനായ ആയിഷ റളിയല്ലാഹു അൻഹയോട് ആയിഷ ബിൻതി ത്വൽഹ അവർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആര് പറയുന്നതായിട്ട്? ഉമ്മുൽ മുഅ്മിനീനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹ. രണ്ടും ആയിഷമാരാണ്. ഒന്ന് ത്വൽഹയുടെ മകളാണ് ആയിഷ, മറ്റൊരായ നബിയുടെ ഭാര്യ അബൂബക്കർ സിദ്ദീഖിന്റെ മകളാണ്. അപ്പൊ ഈ ആയിഷയോട് അബൂബക്കർ സിദ്ദീഖിന്റെ മകളായ നബിയുടെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞ് ആയിഷ ബിൻത് ത്വൽഹ പറയുകയാണ്, അള്ളാന്റെ റസൂലിനോട് ഞാൻ ചോദിച്ചു, ഹൽ അലന്നാസി ജിഹാദ്, അള്ളാന്റെ റസൂലെ സ്ത്രീകൾക്ക് ജിഹാദ് ഉണ്ടോ? ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് ജിഹാദ് എന്നുള്ളത്. അള്ളാന്റെ ദീനിന് വേണ്ടി ധർമ്മസമരം നടത്തുക എന്നുള്ളത് ഏറ്റവും വലിയ പുണ്യകർമ്മമാണ്. അപ്പൊ ആ പുണ്യകർമ്മം കിട്ടാൻ വേണ്ടി ആയിഷത്ത് റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, സ്ത്രീകൾക്ക് ജിഹാദ് ഉണ്ടോ അള്ളാന്റെ റസൂലെ? ഖാൽ, അപ്പൊ അള്ളാന്റെ റസൂൽ പറഞ്ഞു, അലൈഹിന്ന ജിഹാദ്, അവർക്ക് ജിഹാദ് ഉണ്ട്. പക്ഷെ ആ ജിഹാദിന്റെ പ്രത്യേകത ലാ ഖിതാല ഫീഹി, അതിൽ യുദ്ധമില്ല, യുദ്ധമില്ലാത്ത ജിഹാദാണ് അവർക്കുള്ളത്. അതേതാണ്? അൽ ഹജ്ജ് വൽ ഉംറ, അവർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജിഹാദ് ഹജ്ജും ഉംറയും. നമ്മുടെ ഉമ്മയെ നമ്മൾ ഹജ്ജിന് വിട്ടോ? അല്ല, ആരോഗ്യവാന്മാരായ മക്കളൊക്കെയാണല്ലോ ഇരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നത് മിക്കവരും നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരാണ് ഞാൻ കണ്ടെടുത്തോളം. വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ ഇത്തിരി പ്രായം കഴിയുള്ളൂ. നമ്മുടെ ഉമ്മയെ, നമ്മുടെ ഉപ്പയെ, നമ്മളെ വളർത്തി വലുതാക്കിയവരാണല്ലോ, അവരെ ഒന്ന് ഹജ്ജിന് പറഞ്ഞയച്ചോ? നമ്മൾ പോയോ ഹജ്ജിന്? ഇതാ നമ്മുടെ ഉമ്മക്കുള്ള ഏറ്റവും വലിയ ജിഹാദ് എന്താണ്? ഹജ്ജും ഉംറയുമാണ്. സ്ത്രീകൾക്കുള്ള ഏറ്റവും വലിയ ജിഹാദ് ഹജ്ജും ഉംറയുമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ, പ്രമുഖ സഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, സുബില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അയ്യുൽ അഅമാലി അഫ്ളലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനം എന്താണ്? ഔ അയ്യുൽ അഅമാലി ഖൈറു, അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നന്മ നിറഞ്ഞ പ്രവർത്തനം എന്താണ്? അല്ലാഹുവിന്റെ റസൂലേ ഖാല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈമാനു ബില്ലാഹി വ റസൂലിഹി, ഒന്നാമത്തെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുക എന്നതാണ്. തനിക്ക് ഒരേ ഒരു പടച്ചവനേ ഉള്ളൂ, അവനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ, അവന് മാത്രമേ ഞാൻ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയുള്ളൂ, അവന്റെ മുന്നിൽ മാത്രമേ ഞാൻ സുജൂദ് ചെയ്യുകയുള്ളൂ, വേറെ ഒരാൾക്ക് ഞാൻ സുജൂദ് ചെയ്യുകയില്ല, ആരാധനകൾ കൊടുക്കുകയില്ല എന്ന രൂപത്തിലുള്ള ഒരു വിശ്വാസം ആദ്യം രൂപപ്പെടുത്തുക. അത് പറഞ്ഞു തന്ന ആരാണ്? അള്ളാഹുവിന്റെ റസൂലാണ്. അപ്പൊ അള്ളാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. പിന്നെ ഏതാണ് അള്ളാഹുവിന്റെ റസൂൽ? രണ്ടാമത്തെ കാര്യം അൽ ജിഹാദു സലാമുൽ അമൽ, പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ പൂർണ്ണ എന്ന് വിശേഷിപ്പിക്കാവുന്നതായ ജിഹാദാണ് രണ്ടാമത്തെ ഏറ്റവും നല്ല കാര്യം. അള്ളാഹുവിനും റസൂലിന്റെയും അവർ പഠിപ്പിച്ച ദീനിന് വേണ്ടി ജിഹാദ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഏറ്റവും പുണ്യമായ കർമ്മം. ആ സ്ത്രീകൾ എന്ത് ചെയ്താൽ മതി? അതിന് പകരം ഹജ്ജും ഉംറയും ചെയ്താൽ മതി. ആണുങ്ങൾ എന്ത് ചെയ്യണം? ആ പുണ്യകർമ്മം ചെയ്യണമെങ്കിൽ, കിട്ടണമെങ്കിൽ ജിഹാദ് ചെയ്യണം. അള്ളാന്റെ റസൂലെ മൂന്നാമത്തെ കാര്യം എന്താണ്? ഖാല, അള്ളാന്റെ റസൂൽ പറഞ്ഞു, അൽ ഹജ്ജുൽ മബ്റൂർ, ഹജ്ജുൽ മബ്റൂർ, പുണ്യം നിറഞ്ഞ ഹജ്ജ്. ഏത് ഹജ്ജിന് യാത്രയായിട്ട് നമ്മൾ പോയാലും രണ്ട് വാക്കുകൾ നമുക്ക് കേൾക്കാം, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ അള്ളാഹ് അനുഗ്രഹിക്കട്ടെ. നമ്മളൊക്കെ എന്തെങ്കിലും ഒന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ വിളിക്കുകയാണെങ്കിൽ നമ്മൾ ആ വാക്ക് രണ്ടും പറയും, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുക. എന്താണ് മഖ്ബൂൽ? മഖ്ബൂൽ എന്ന് പറഞ്ഞാൽ സ്വീകാര്യയോഗ്യം, അതാണ് മഖ്ബൂൽ. അള്ളാഹു സ്വീകരിക്കുന്ന വിധത്തിലുള്ള ഹജ്ജ്, അതിനാണ് മഖ്ബൂലായ ഹജ്ജ്. മബ്റൂറായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? പുണ്യം നിറഞ്ഞു നിൽക്കുന്ന ഹജ്ജ്, അതാണ് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ അതാ. എല്ലാവരും പ്രാർത്ഥിക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അള്ളാഹ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആ രണ്ടിന്റെ വാക്കിന്റെ അർത്ഥം അതാണ്. മഖ്ബൂൽ സ്വീകാര്യയോഗ്യമായ ഹജ്ജ്, മബ്റൂർ പുണ്യം നിറഞ്ഞ ഹജ്ജ്. അപ്പൊ പുണ്യം നിറഞ്ഞ ഹജ്ജാണ് മൂന്നാമത്തെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. ആ മൂന്നാമത്തെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം ചെയ്തോ? ഒന്നാമത്തെ മാത്രമേ ചെയ്തിട്ടുള്ളൂ മിക്കുള്ളൂ. അള്ളാഹുവും റസൂലും വിശ്വസിക്കുക എന്നുള്ള കാര്യം. ജിഹാദ് ചെയ്യുന്നുണ്ടോ? അള്ളാഹിന്റെ ദീനിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നുണ്ടോ? ആ ദീൻ മറ്റുള്ളവർക്ക് എത്തിക്കുവാൻ വേണ്ടി പ്രയത്നം ചെയ്യുന്നുണ്ടോ? ജിഹാദ്, അതാണ് രണ്ടാമത്തെ പുണ്യകർമ്മം. മൂന്നാമത്തെ പുണ്യകർമ്മമാണ് ഹജ്ജുൽ മബ്റൂർ, ഏറ്റവും ശ്രേഷ്ഠത നിറഞ്ഞ ഹജ്ജ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറഞ്ഞു, അൽ ഹജ്ജുൽ മബ്റൂർ, പുണ്യം നിറഞ്ഞ ഹജ്ജ്, ലൈസ ലഹു ജസാഉൻ
ഇല്ലൽ ജന്ന. പുണ്യം നിറഞ്ഞ മബ്റൂർ നിറഞ്ഞ ഹജ്ജിന്റെ പ്രതിഫലം എന്താണ്? സ്വർഗം മാത്രമാണ്. സ്വർഗമാണ് ഹജ്ജിന്റെ പ്രതിഫലം എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. വീണ്ടും ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ജിഹാദിനെ പറ്റി ചോദിച്ച വീണ്ടും ഒരു ഹദീസ് പറയുകയാണ്, യാ റസൂലല്ലാഹ് നറൽ ജിഹാദ അഫ്ളൽ അമൽ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, രണ്ടാമത്തെ ഏറ്റവും പുണ്യം നിറഞ്ഞ കാര്യം ജിഹാദാണെന്ന് പറഞ്ഞത്. ഞങ്ങൾക്ക് അതിനുള്ള ഒരു അവസരം കിട്ടുമോ? അല്ലാഹുവിന്റെ റസൂൽ, കാരണം ദീനിലെ ഏറ്റവും രണ്ടാമത്തെ പുണ്യം നിറഞ്ഞത് ജിഹാദിലാണെന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് ചെയ്യാനുള്ള അവസരമുണ്ടോ അല്ലാഹുവിന്റെ റസൂലെ? അഫല മുജാഹിദ്, ഞങ്ങളും ജിഹാദ് ചെയ്തോണ്ടേ അല്ലാഹുവിന്റെ റസൂലെ? കാലല, വേണ്ട, നിങ്ങൾ ചെയ്യണ്ട, നിങ്ങൾ ജിഹാദ് ചെയ്യണ്ട. ഞങ്ങളുടെ ആണുങ്ങളുണ്ട്, നല്ല ചെറുപ്പക്കാർ, നല്ല സൂപ്പർ ആരോഗ്യമുള്ള ചെറുപ്പക്കാരുണ്ട്, അവർ ചെയ്തോളും ജിഹാദ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പുറത്തിറങ്ങിക്കൊണ്ട് അന്യ മനുഷ്യരെയൊക്കെ കണ്ടുകൊണ്ട് ജിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല, അത് പ്രോത്സാഹനം ജനകമല്ല. അതുകൊണ്ട് വേണ്ട, നിങ്ങൾ ജിഹാദ് ചെയ്യണ്ട. ലാക്കിൻ, പക്ഷെ ഒരു കാര്യമുണ്ട്, അഫ്ളലുൽ ജിഹാദ്, നിങ്ങൾ ചെയ്യുന്ന ജിഹാദിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് ഹജ്ജും ഉംറയാണ്. അത് കർമ്മം നിർവഹിക്കുക. ആ ഹജ്ജും ഉംറയും പോയി എത്രയും വേഗം ആരോഗ്യമുള്ള സമയത്ത് നിർവഹിക്കുക. അതാണ് നിങ്ങൾക്ക് നിർവഹിക്കാവുന്ന ഏറ്റവും വലിയ ജിഹാദ്. എന്നിട്ട് റസൂലുള്ളാഹി വീണ്ടും പറഞ്ഞു, മൻ ഹജ്ജ, ആരെങ്കിലും ഹജ്ജ് ചെയ്യുകയാണ് എങ്കിൽ ഫലം യർഫുസ്, ആ ഹജ്ജ് വേളയിൽ അവൻ ശാരീരിക വീഴ്ചയൊന്നും വന്നില്ല, സ്ത്രീ സല്ലാപമൊന്നും വന്നില്ല. ആ ഹജ്ജ് വേളയിൽ ദുൽഹജ്ജ് 8 മുതൽ ദുൽഹജ്ജ് 12, 13 വരെ നീണ്ടു നിൽക്കുന്ന ആ സമയത്ത് അവനിൽ നിന്നും എന്ത് വന്നില്ല? ശാരീരിക വീഴ്ച അല്ലെ സ്ത്രീ സല്ലാപം ഒന്നും വന്നില്ല. വലം യഫ്സുഖ്, അവനിൽ നിന്നും അധാർമികമായ ഒരു പ്രവർത്തനവും വന്നില്ല. ഇത് രണ്ടും അവൻ ചെയ്യാതെ ഹജ്ജ് നല്ല രൂപത്തിൽ കൃത്യമായി അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതുപോലെ ചെയ്താൽ റജഅ, അവൻ നാട്ടിലേക്ക് മടങ്ങി വരും. കയൗമി വലദതുഹു ഉമ്മുഹു, ഒരു ഉമ്മ അവനെ പ്രസവിക്കുന്ന ഘട്ടം എങ്ങനെയാണോ അതുപോലെയായിരിക്കും അവന്റെ മനസ്സും ശരീരവും. യാതൊരുവിധ കളങ്കവും ഇല്ലാത്ത ഒരു കുട്ടിയെ പോലെ അവന് നെടുമ്പാശ്ശേരിയോ കോഴിക്കോടോ വന്ന് വിമാനമാണ്. ഇതിനേക്കാൾ വലിയ പുണ്യമുള്ള പ്രവൃത്തി പഠിപ്പിച്ചിട്ടുണ്ടോ? ഇതിനേക്കാൾ പുണ്യമുള്ള ഒരു പ്രവൃത്തി പഠിപ്പിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഒരു കുഞ്ഞിനെ പോലെ, പ്രസവിച്ച കുഞ്ഞിനെ പോലെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാം. 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, സ്ത്രീ സല്ലാപം പാടില്ല. 2, എന്ത് പാടില്ല? അധാർമിക പ്രവർത്തനങ്ങൾ ഒന്നും പാടില്ല. ഇത് 2 ഒഴിവാക്കി നല്ല രൂപത്തിൽ ഹജ്ജ് ചെയ്യുവാൻ ആര് തയ്യാറാകുന്നുവോ അവർ അള്ളാഹുവിന് ഏറ്റവും വേണ്ടപ്പെട്ടവരായി നമ്മെ അള്ളാഹു മനസ്സിലാക്കുന്നു, നമ്മളെ അള്ളാഹു പഠിപ്പിക്കുന്നു, റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു. ഇനി ഹജ്ജിന്റെ കാര്യത്തിൽ ധൃതി വേണമെന്നുള്ള റസൂൽ പറഞ്ഞു. നമ്മൾ ഇങ്ങനെ വരട്ടെ ചെയ്യാം, ഈ രൂപത്തിലല്ലേ പറയണം. എനിക്ക് സാമ്പത്തിക ശേഷി ഉള്ളവരോട് പറഞ്ഞാൽ വരട്ടെ, അടുത്ത കൊല്ലമുണ്ടല്ലോ, അതിന്റെ പിന്നത്തെ കൊല്ലമുണ്ടല്ലോ, ഇങ്ങനെ പറയണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കേൾക്കൂ, അൻ ഇബ്നു അബ്ബാസിൻ കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുക, തഅജ്ജലൂ ഇലൽ ഹജ്ജ്, ഹജ്ജിനുള്ള സമ്പത്ത് ഒത്തു വന്നാൽ പെട്ടെന്ന് പോകണം. പിന്നെ വിരൽ പൊട്ടി കാണിച്ചത് അടുത്ത കൊല്ലം പാടില്ല, എത്രയും പെട്ടെന്ന് പോകണം. തഅജ്ജലൂ ഇലൽ ഹജ്ജ്, ഹജ്ജിന് ധൃതിപ്പെടണം. യഅനി ഫരീള, അത് ഫർളാണ്, നിനക്ക് ഫർളാണ്, നിർബന്ധമാണ്. കാരണം അല്ലെങ്കിൽ നീ ആരായി മാറും? കാഫിറായി മാറും. നിനക്ക് സാമ്പത്തികവും ശാരീരികവുമായ അവസ്ഥ ഒത്തുവന്നിട്ട് നീ അതിലേക്ക് പോകാതെ മാറി നിൽക്കുകയാണെങ്കിൽ അത് വമൻ കഫറ എന്ന പദത്തിലേക്ക് വരും, കുഫ്റിൽപ്പെട്ടു പോകും. എന്താ കാരണം? ഞാൻ ധൃതിപ്പെടാൻ പറഞ്ഞ കാരണം എന്താണെന്നറിയാമോ? അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, എന്തെല്ലാം പ്രതിബന്ധങ്ങളാണ് തനിക്ക് വന്നു ചേരാനുള്ളത് എന്നറിയില്ലല്ലോ. അറിയാൻ പറ്റുമോ? ഇപ്പൊ ഇക്കൊല്ലം ഹജ്ജിന് പോകാൻ കഴിവുള്ളവർ അടുത്ത കൊല്ലത്തേക്ക് മാറ്റി. ഒരു ബൈക്ക് ആക്സിഡന്റ് ആയി, ഒരു ഭാഗം തളർന്നുപോയി, പിന്നെ നടക്കുവോ? നടക്കത്തില്ല. ശരീരം തളർന്നു പോകാനൊക്കെ അതിൽ സമയം വേണ്ട. എത്ര സംഭവങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കില്ലേ? എത്ര സംഭവങ്ങളാണ്. ചെറിയൊരു കല്ലിൽ തട്ടി താഴെ വീണ് തലയിൽ അടിച്ചാൽ മതി, മനുഷ്യന്റെ അവസ്ഥ പോയി. വർഷങ്ങളോളം അങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന, വീട്ടിൽ വിശ്രമിക്കുന്ന മനുഷ്യരും ആരോഗ്യവാനായിരുന്നു, ആരോഗ്യവതിയായിരുന്നു, പക്ഷെ കുളിമുറിയിൽ ഒന്ന് തെന്നി വീണതാണ്. പിന്നെ അതിനുശേഷം പെട്ടെന്ന് എഴുന്നേക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലോചിക്കും. അപ്പൊ അടുത്ത കൊല്ലത്തേക്ക് മാറ്റുക അല്ലെങ്കിൽ പിന്നത്തെ കൊല്ലത്തേക്ക് മാറ്റുക എന്നുള്ളത് ഉണ്ടാകാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, തനിക്ക് എന്തെല്ലാം പ്രതിബന്ധങ്ങളാണ് ജീവിതത്തിൽ വരാൻ പോകുന്നതെന്ന് മുൻകൂട്ടി കാണാൻ കഴിയുമോ? കഴിയില്ല. അതുകൊണ്ട് മാറ്റിവെക്കരുത്. ഹജ്ജിനാരെങ്കിലും ഉദ്ദേശിക്കുകയാണെങ്കിൽ ധൃതിപ്പെടണം. കാരണം ദൂരഭാഗത്തിലേക്ക് അവൻ എത്തിച്ചേരാം. വാഹനം,
ആ വാഹനത്തിൽ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, അഥവാ വാഹനത്തിൽ കയറാൻ പറ്റാത്ത അവസ്ഥ അവൻ വരാം. ഹാജ, ധാരാളം ആവശ്യങ്ങൾ വരിവരിയായി അവന് തേടി വരാം. അതിന് മുമ്പ് ഹജ്ജ് ചെയ്യും. 13 വയസ്സുള്ള മകളുണ്ടെന്ന് വിചാരിച്ച് അതിനെ 21 വയസ്സാകുമ്പോൾ കെട്ടിച്ചാൽ പോലെ ഓരോരുത്തർ പറയുന്ന പ്രതിബദ്ധമായി 15 വയസ്സുള്ള മകളുണ്ട്, അവളെ കെട്ടിച്ചു പോവാം. 15 ആയിട്ടുള്ളൂ, അത് പഠിക്കട്ടെ. 21 വെച്ച് കെട്ടിക്കല്ല, 20 അതിന്റെ പേരിൽ ഹജ്ജ് എന്തിനാ മാറ്റി വെക്കുന്നത്? കാരണം അടുത്ത കൊല്ലം വരാൻ പോകുന്ന പ്രതിബന്ധങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല എന്ന് അള്ളാന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കും. അങ്ങനെ പുണ്യം നിറഞ്ഞ ഹജ്ജ് ചെയ്യുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ സഹോദരങ്ങൾക്കും എല്ലാവർക്കും അതിനുള്ള അവസരം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഹജ്ജിന് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആരോഗ്യത്തോടെ മഖ്ബൂലുമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാനുള്ള മഹത്തായ സൗഭാഗ്യം അവർക്കെല്ലാം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. الحمد لله والصلاة والسلام على محمد وآله وصحبه أجمعين. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാൻ വസിയത്ത് ചെയ്യുക. ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഏറ്റവും ചെറിയ അധ്യായമാണ് ഇപ്പോൾ ഓതിയത്. ആ അധ്യായത്തിന്റെ പേര് കൗസർ എന്നാണ്. കൗസർ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമാണ്. ഒന്ന് ഹൗദുൽ കൗസർ, അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച പോലെ ദീൻ കൃത്യമായി അനുഷ്ഠിച്ചു പോവുക, ബിദ്അത്തൊന്നും ചെയ്യാതെ അനുഷ്ഠിച്ചു പോകുന്നവർക്ക് അള്ളാന്റെ റസൂൽ കോരിക്കൊടുക്കുവാൻ വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു ഹൗദിന്റെ പേരാണ് ഹൗദുൽ കൗസർ. ആ ഹൗദിലെ വെള്ളത്തിന്റെ പ്രത്യേകത പാലിനേക്കാൾ രുചികരവും തേനിനേക്കാൾ മധുരമുള്ളതുമാണ് ആ ഹൗദിലെ പാനീയം. അത് നമ്മുടെ മനസ്സിൽ അതിന്റെ രുചി വരുത്തുക സാധ്യമല്ല, അതവിടെ എത്തുമ്പോഴേ ബോധ്യമാവുകയും. അതിനൊറ്റ നിബന്ധന, അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചതുപോലെ തന്നെ ഇബാദത്തിൽ വെള്ളം ചേർക്കാതെ, വിദ്യാർത്ഥി ചേർക്കാതെ കൃത്യമായി അനുഷ്ഠിക്കാൻ കഴിയും. അവർക്ക് മാത്രമേ അത് കിട്ടുകയുള്ളൂ. വമൻ ബദ്ദല ബഅദി, ഞാൻ മരിച്ചതിന് ശേഷം ഈ ദീനിൽ പുതുതായി എന്തെങ്കിലും മാറ്റം വരുത്തിയവരോട് അള്ളാഹു റസൂൽ പറഞ്ഞു, അകന്നു പോകും, ഈ വെള്ളം നിനക്ക് കുടിക്കാനുള്ളതല്ല, ഇത് നിനക്ക് തരത്തില്ല. ഞാൻ പഠിപ്പിച്ച പോലെയല്ല നീ കൊണ്ടുവരുന്നത്. നീ നിന്റേതായ ഒരു ദീൻ, മൗലൂദും ഖാത്തീബും ചാവടിയന്തരോ മറ്റൊന്നും അതൊക്കെ നടത്തിയതല്ലേ, ഈ വെള്ളം നീ കുടിക്കാൻ പറ്റത്തില്ല, നിനക്ക് തരത്തില്ല. കാരണം അള്ളാന്റെ റസൂൽ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. അള്ളാന്റെ റസൂൽ ആ ഹൗദിന്റെ വക്കീലിരുന്ന് പറയും, മൊമൻ ബദ്ദല ബഅദി, എനിക്ക് ശേഷം ദീനിനെ മാറ്റിമറിച്ചവൻ അകന്നു, ഈ ഹൗദിന്റെ അടുത്തേക്ക് വരരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഹൗദുൽ കൗസർ എന്നൊരു അർത്ഥമുണ്ട് സൂറത്തുൽ കൗസർ. രണ്ടാമത്തെ അർത്ഥം ധാരാളം അനുഗ്രഹം. അതിലെല്ലാം പഠിപ്പിക്കുകയാണ്. പ്രവാചകരെ, താങ്കൾക്ക് ഞാൻ ധാരാളം അനുഗ്രഹം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് താങ്കൾ എന്ത് ചെയ്യണം? റബ്ബിന് വേണ്ടി മാത്രം നമസ്കരിക്കണം. ബൻഹർ, റബ്ബിന് വേണ്ടി മാത്രം ബലിയെടുക്കണം. നമസ്കാരമാർക്ക് വേണ്ടി മാത്രമേ പാടുള്ളൂ, അള്ളാഹുവിന് വേണ്ടി. ബലികർമ്മമാർക്ക് മാത്രമേ പാടുള്ളൂ, അള്ളാഹുവിന് വേണ്ടി. അള്ളാഹുവിനല്ലാത്ത ഒരൊറ്റ സൃഷ്ടികൾക്കും ബലികർമ്മം നിർവഹിക്കാൻ പാടില്ല. ഈ ഒരൊറ്റ കൊച്ചു സൂറത്ത് മാത്രം അതിന് തെളിവാണ്. പ്രവാചകരെ, നിന്നെ ആക്ഷേപിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ബാലറ്റ് പോയവർ, നിലനിൽപ്പില്ലാതായി പോകുന്നവർ അവരാണ് എന്നും അള്ളാഹു പഠിപ്പിക്കും. അതിനൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. മൻ കാന ലഹു സഅത്തുൻ, റസൂലുള്ളാഹി പറയുക, മൻ കാന ലഹു സഅത്തുൻ അൻ യുളഹിയ, ബലികർമ്മം നിർവഹിക്കുവാനുള്ള സാമ്പത്തിക സ്രോതസ് ഒരാളിൽ എത്തി വന്ന് എന്നിട്ട് അയാൾ ഫലം യുളഹി, ബലികർമ്മം നിർവഹിക്കുന്നില്ല എങ്കിൽ, ബലികർമ്മം നിർവഹിക്കാനുള്ള സാമ്പത്തികം ഒരാളുടെ കയ്യിൽ ഉണ്ടായിട്ട് അയാൾ ബലികർമ്മം നിർവഹിക്കുന്നില്ല എങ്കിൽ ഫലായ ഖുർഅന മുസല്ലാന, നമ്മുടെ നമസ്കാര സ്ഥലത്തെ ഈദ് നമസ്കരിക്കല്ലേ, ഈദുൽ അദ്ഹ, അങ്ങോട്ട് വരണ്ട, അവിടെ നമസ്കരിക്കാൻ വരണ്ട. ബലികർമ്മം നിർവഹിക്കാൻ കഴിവുള്ള കപ്പാസിറ്റി നിന്റെ കയ്യിലുണ്ട്, നീ അത് നിർവഹിക്കുന്നില്ല, അപ്പൊ നീ നമസ്കരിക്കാൻ വേണ്ട. അല്ലാഹു റസൂൽ പറഞ്ഞു, നീ ഈദ് നമസ്കരിക്കണ്ട. അലാ ഇന്നൽ അളാഹി, അല്ലാഹു റസൂൽ പറഞ്ഞു, അറിയുക, തീർച്ചയായും ബലികർമ്മം മിനൽ അഅ്മാലിൽ മുൻജിയ, അല്ലാഹുവിന്റെ അടുത്ത് നമ്മൾ രക്ഷപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ പെട്ടതാണ്. തുൻജി സാഹിബഹ, ആ ബലികർമ്മം നിർവഹിച്ചവരെ അല്ലാഹു രക്ഷിക്കും. മിൻ ശർരി ദുനിയാ വൽ ആഖിറ, ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാവിധ ശർറിൽ നിന്നും അല്ലാഹു രക്ഷിക്കും. അപ്പൊ ഒറ്റക്ക് ഒരു ബലിമൃഗത്തെ മേടിച്ച് വാങ്ങാൻ കഴിവുള്ളവർ അങ്ങനെ നിർവഹിക്കുക.
ഇനി അതിനുള്ള കപ്പാസിറ്റി ഇല്ല എങ്കിൽ 7 പേർ ചേർന്ന് ഒരു മുഴുവിനെ വാങ്ങുക. 7 പേരെ ചേർന്ന് വാങ്ങുമ്പോൾ ഇൻഷാ അല്ലാഹ് അതിന്റെ വില അടുത്ത ആഴ്ച പ്രഖ്യാപിക്കും. 10-ൽ താഴെ രൂപ എന്താണെങ്കിലും വരും. 10-ൽ താഴെ 5-ന് മുകളിൽ 10-ൽ താഴെ വരാനുള്ള സാധ്യതയുണ്ട്. ഓരോ പള്ളികളിലൊക്കെ എഴുതി വെച്ചിട്ടുള്ള 9,000 രൂപയെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ അക്ബർ സാഹിബ് എല്ലാ വർഷവും അത് അതിന്റെ മുഴുവിലേക്ക് വില ഒരു മീഡിയം മുഴുവിലേക്ക് കണ്ടെത്തി. അപ്പൊ അതിന്റെ വില നമ്മൾ കഴിഞ്ഞ 6,500 രൂപയാണ് മറ്റേ മേടിച്ചത് അല്ലേ? ഒരു ഷെയർ അങ്ങനെ മേടിച്ചു. ഈ വർഷം ചിലപ്പോൾ കൂടെ കൂടും. ഒരു ഷെയറിന് അത്രയും വരാൻ സാധ്യതയുണ്ട്. ഒരു ഗുരുവിനെ മേടിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു 14,000 രൂപ എന്താണെങ്കിലും ആകും. ആടാണെങ്കിൽ ഒരു 15 രൂപ ഏറ്റവും കുറഞ്ഞത് ആകും. അപ്പൊ ഈ പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ബലികർമ്മം നിർവഹിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ എല്ലാവിധ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മനസ്സുകൾക്ക് അല്ലാഹു ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഉമ്മ, നമ്മുടെ പള്ളിയിൽ വരുന്ന ഒരു സഹോദരന്റെ 5 മക്കളുള്ള ഉമ്മയാണ്. ചെറിയൊരു വീഴ്ചയൊക്കെ വീണിട്ട് ഇപ്പൊ എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പെട്ടില്ല. അല്ലാഹു അവർക്ക് ആരോഗ്യം തിരിച്ചു കൊടുക്കുകയും എഴുന്നേറ്റ് നടന്ന് ഇബാദത്തുകൾ നിർവഹിക്കുവാനുള്ള മഹത്തായ സൗഭാഗ്യം അവർക്ക് നൽകി അനുഗ്രഹിക്കുകയും മരണം വരെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ അള്ളാഹുവിനെ മാത്രം ആശ്രയിച്ച് ഇബാദത്തുകളും മറ്റുള്ള ആരാധനാ കർമ്മങ്ങളും നിർവഹിക്കുവാൻ അവരെയും നമ്മളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين. آمين برحمتك يا رب.